മലയാളത്തിൽ നന്ദി പറഞ്ഞു മടങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ദുഃഖാചരണമായതിനാലാണ് ഔദ്യോഗിക യാത്രയയപ്പ് ഇല്ലാത്തത്. സർവകലാശാല വിഷയത്തിലൊഴികെ സർക്കാരുമായി തനിക്ക് ഒരു പ്രശ്നവുമില്ലെന്നും ഗവർണർ പറഞ്ഞു. തന്റെ പ്രവർത്തന രീതികൾ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗവർണറുടെ കാലാവധി തീർന്നു, പക്ഷേ ബന്ധം തുടരും. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരം ആയ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. നിങ്ങളെ എല്ലാം ഞാൻ എന്നും ഓർ കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ. Thank you very much. My term has come to an end, but my Kerala has a very special place now in my heart. My association with Kerala is not going to come to an end. It is a lifelong bond now, and I shall try to keep in touch with you, and I give my best wishes to the people of Kerala, everybody, and I am extremely thankful and full of gratitude for all the love, affection, support which people have given me here. Thank you very much. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. കേരളവുമായി തനിക്ക് ആജീവനാന്ത ബന്ധമായിരിക്കും ഉണ്ടാവുക എന്നും തന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രത്യേകമായൊരു സ്ഥാനം കേരളത്തിനുണ്ടാകും എന്നും പറഞ്ഞുകൊണ്ടാണ് ഗവർണർ മടങ്ങുന്നത്. ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടില്ലാത്ത അത്രയും വലിയ വിശേഷണങ്ങളും ചിരിയുമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. എന്തെല്ലാമാണ് വിഷ്ണു ഗവർണറുടെ മടക്കയാത്രയുടെ വിശദാംശങ്ങൾ? അതുല്യ, ഗവർണർ ഇപ്പോൾ നീണ്ട 5 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് കേരളം വിട്ടു പോകുന്നത്. അതിനു മുന്നോടി തന്നെ നേരത്തെ തന്നെ വലിയ വിവാദങ്ങളെല്ലാം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗവർണർ അത്രത്തോളം ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ നേതാക്കളെ പോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ അറിയപ്പെടുന്ന ഒരാളായി മാറിയിരുന്നു. കൂടുതൽ ജനങ്ങളുമായി ഇടപഴകിയ ഒരു ഗവർണർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതോടൊപ്പം തന്നെ ഈ യൂണിവേഴ്സിറ്റി വിഷയങ്ങൾ അതിലൊക്കെയാണ് പ്രധാനമായും ഗവർണർ ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണറെ കുറിച്ചുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. SFIയുടെ പ്രതിഷേധങ്ങൾ, അതിനുള്ള മറുപടികൾ, അങ്ങനെയൊക്കെ വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഗവർണറുടെ പദവി എന്താണെന്നും ഗവർണറുടെ കരുത്ത് എന്താണെന്നും എല്ലാം പൊതുജനം മനസ്സിലാക്കിയ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായത് ഈയിടെയാണ്. അതുകൊണ്ട് തന്നെ ഗവർണറെ എല്ലാവരും ഓർക്കും. അതുപോലെ തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഇത്രയും കാലം വലിയ സന്തോഷമാണ് ഉണ്ടായിരുന്നത്. കേരളം വിട്ടുപോകുമ്പോൾ കേരളത്തുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നില്ല, ഇനിയും കൂടുതൽ ബന്ധം ദൃഢമാക്കുമെന്നൊക്കെയാണ് ഗവർണർ മലയാളത്തിൽ തന്നെ പറഞ്ഞിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യങ്ങളോട് അദ്ദേഹം മറുപടി തന്നത് ഇപ്പോൾ സന്തോഷത്തോടെ മടങ്ങുകയാണ്. ഈ ഗവർണറുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഈ ഔദ്യോഗിക യാത്രയയപ്പ് ഇല്ലാതിരുന്നത് രാജ്യത്തെ മുഴുവനുള്ള ദുഃഖാചരണത്തിന്റെ ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ യാത്രയയപ്പിൽ ഔദ്യോഗികമായുള്ള യാത്രയയപ്പില്ല. എന്നാലും കേരളം വിടുമെങ്കിലും ഇനിയും കേരളവുമായി ബന്ധം നിലനിർത്തുമെന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിർത്തിയുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളിൽ മറുപടി നൽകിയത് ഈ തന്റെ പ്രവർത്തന രീതി അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുമായി ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ആകെയുള്ള സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആകെയുള്ളത് ഈ സർവകലാശാലയിലെ വിഷയങ്ങൾ മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് ഗവർണർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊന്നും ഔദ്യോഗിക യാത്രയപ്പിന് എത്തിയില്ല, അനൌദ്യോഗികമായെങ്കിലും ഒന്നും കൂടിക്കാഴ്ച നടത്തിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യമുണ്ട് വരുന്നപ്പോൾ തൽക്കാലം താൻ അക്കാര്യങ്ങളിലൊന്നും പ്രതികരിക്കുന്നില്ല, സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുക. ഏതായാലും സന്തോഷത്തോടെ മടങ്ങുകയാണ് എന്നാണ് ഗവർണർ അവസാനമായി പറഞ്ഞത്. ഏതായാലും ഗവർണർ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഇന്ന് പൂർണ്ണമായി പോവുകയാണ്. അതിനുശേഷം ഇനി പുതിയ ഗവർണർ എത്തിയതിനു ശേഷം 2-ാം തീയതിയാണ് ഗവർണറുടെ പദവിയേൽക്കുന്നത് കേരളത്തിലും. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി 2-ാം തീയതി തന്നെ പദവിയേൽക്കും. 1-ാം തീയതി വരെ ഈ രാജ്യത്തെ മുഴുവൻ അതുപോലെ ദുഃഖാചരണത്തിന് ആയതുകൊണ്ട് തന്നെ 2-ാം തീയതി ആയിരിക്കും ഇതിന്റെ ചടങ്ങുകളും നടക്കുന്നത്. അതുല്യ, ആദ്യമായി ഒരു മന്ത്രിക്ക് നേരെയുള്ള തന്റെ പ്രീതി പിൻവലിച്ച ഒരു ഗവർണർ
സർക്കാരിൻ്റെ ഔദ്യോഗികമായ പരിപാടികളിൽ എത്തുമ്പോൾ പോലും മന്ത്രിമാർക്ക് മുഖം കൊടുക്കാതെ പരസ്പരം മുഖം കൊടുക്കാതെ മാറിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഗവർണറും എന്നിങ്ങനെ തനിക്ക് പരാതികളൊന്നുമില്ല, സർവകലാശാല വിഷയത്തിൽ മാത്രമാണ് ഗവൺമെന്റിനോടൊരു എതിർപ്പുണ്ടായിരുന്നത് എന്നൊക്കെ പറയുമ്പോഴും വലിയ രീതിയിൽ സർക്കാരുമായി പടവെട്ടിയിരുന്ന, പല സമയത്തും ഒരു ഔദ്യോഗിക തലത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് ഈ യുദ്ധം മാറ്റിയ ഒരു ഗവർണറാണ് യാത്രയാകുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും സംസ്ഥാനത്തെ സർക്കാരുമായി തന്നെ വലിയ പോർവിളിയുമായി നടത്തി മുന്നോട്ട് പോയിരുന്ന ഒരു ഗവർണർ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. മുമ്പെങ്കും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യക്തി ഗവർണറായി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം ഗവർണർ ഒരു സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ടാക്കിയ ഒരു ഗവർണർ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ചാൻസലർ പദവിയുമായി ബന്ധപ്പെട്ട VC നിയമനമുള്ള കാര്യങ്ങളൊക്കെയും അദ്ദേഹം വലിയ രീതിയിൽ ഇടപെട്ടിരുന്നു. അതിൽ സർക്കാരിന്റെ നിലപാട് തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. സെനറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ SFIയുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ നടുത്തളത്തിൽ റോഡിലിറങ്ങി വരെ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഗവർണർ അദ്ദേഹത്തിന്റെ പദവി പരമാവധി ഉപയോഗിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം. അതിനുള്ളിൽ തന്നെ കേരളത്തിലെ സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. സർക്കാരിന് ഒരു ഭയത്തോടെ കാണേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെറ്റായ പ്രവണത സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ, ഒരു നടപടികളിലുള്ള പ്രശ്നമുണ്ടായെങ്കിൽ ഗവർണർ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഷയം. അതോടൊപ്പം തന്നെ ഈ സർവകലാശാലയിൽ തന്നെ വലിയ അധികാരം പരിധിയിലുള്ള ആ ഗവർണറിന്റെ കരുത്ത് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. വിമർശനങ്ങളെ അദ്ദേഹം അതുപോലെ തന്നെ പ്രതികരിച്ചിരുന്നു. മാധ്യമങ്ങളോട് പലതവണ കൂടിക്കാഴ്ച നടത്തി ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ നൽകിയിരുന്നു. കൂടുതൽ ജനങ്ങളുമായി ഇടപെട്ട് പല പരിപാടികളിലും അദ്ദേഹം എത്തിയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഗവർണറുടെ കാലാവധി അവസാനിക്കുന്നതോടെ ബീഹാറിലേക്ക് പോകുന്നു. അതിനുശേഷം ഇനി കേരളത്തിലേക്ക് വരുന്നത് ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ്. അദ്ദേഹം ഇനി 2-ാം തീയതിയാണ് ചുമതലയേൽക്കുന്നത്. അതേ ദിവസം തന്നെയാണ് ബീഹാറിലെ ഗവർണറായി ചുമതലയേൽക്കാനായി ആരിഫ് മുഹമ്മദ് ഖാനും മടങ്ങിയിരിക്കുന്നത്. അതിലെയോ സർക്കാരുകളുടെ കാലത്തായി 5 വർഷത്തോളം കേരളത്തിൽ വലിയ പോരാട്ടം നടത്തിയ ഗവർണറാണ് മടങ്ങുന്നത്. ബീഹാറിലേക്കാണ് അദ്ദേഹത്തിന് മാറ്റം. ജനുവരി 2-ന് അവിടെ ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. ജനുവരി 2-ന് കേരളത്തിന്റെ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ചുമതലയെടുക്കും. ബീഹാറിലേക്കുള്ള യാത്രയിലാണ് ഗവർണർ ഇപ്പോൾ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ.